കോൺക്രീറ്റ് ആയ ഒരു ചർച്ചയ്ക്ക് ആണ് മന്ത്രി വിളിച്ചത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വീണ്ടും ഉന്നയിച്ചു. ഒന്നുകൂടി പറയാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ചത് ഉന്നയിച്ചു. ആകെ പറഞ്ഞത് സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ് അനുഭവിക്കുന്നത് എന്ന കാര്യം. ഈ ആശാവർക്കർമാരുടെ ഇത്രയും ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ആവശ്യമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഒന്നും എടുക്കാൻ തയ്യാറാവാത്ത വളരെ ഖേദകരമായ ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നതാണ് മന്ത്രിയുടെ പോയിന്റ്. കാരണം ഖജനാവിൽ പണമില്ല, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരിക്കുന്നതിൽ വലിയ വിഷമമുണ്ട്. ഒറ്റ ഫോർമുലയേ ഉള്ളൂ, അത് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഞങ്ങളത് സാധ്യമല്ലെന്ന് പറഞ്ഞു, അങ്ങനെ ഇറങ്ങി വന്നു. ആരോഗ്യമന്ത്രിയെ പഴിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ പേരിനൊരു ചർച്ചയ്ക്ക് വിളിച്ചതാണെന്ന് ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 38ാം ദിവസം പിന്നിടുമ്പോൾ 2 ചർച്ചകൾ ഒരേ ദിവസം നടക്കുന്നു. എന്നാൽ ആ 2 ചർച്ചകളും പരാജയപ്പെടുന്നു. ഇന്ന് 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശാവർക്കർമാരുടെ ചർച്ച നടന്നുവെങ്കിലും അതും അമ്പേ പരാജയമായിരിക്കുകയാണ്. ഇല്ല, ഞങ്ങൾക്കറിയില്ല, തല താഴ്ത്തി പോകില്ല. ഇല്ല, ഞങ്ങൾക്കറിയില്ല, തലയും താഴ്ത്തി പോകില്ല. അധികാരികളുടെ മുഷ്കിന് മുൻപിൽ ഒട്ടുമടക്കാൻ മനസ്സില്ല, തോറ്റുകൊടുക്കാൻ മനസ്സില്ല. വിട്ടുതരില്ല, 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 കട്ടായം തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സങ്കടങ്ങൾ കാണാത്ത ആരോഗ്യമന്ത്രി രാജിവെക്കുക. ഞങ്ങൾ ഇത്രയും ആശങ്കാരെ അവരുടെയാണെന്ന് പറയുന്നു. ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസം പോലും ഞങ്ങളെ കാണാൻ ഇവിടെ വരാത്തവര് എങ്ങനെ ആശമാർ അവരുടെയാണെന്ന് അവരെ ആവശ്യപ്പെടുന്നത്? അങ്ങനെ കഥ പറയുന്ന ഒരു മന്ത്രിയുടെ കൂടെ പഠിച്ചാൽ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് അതൊരു മന്ത്രിയെ വേണ്ട. ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുക. ഇതിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഇതിലെ പോയി. ഒരു നിമിഷം പോലെ ഇറങ്ങി നമ്മളെ ഒന്ന് കാണാൻ കഴിയാത്തവരെ എന്തിന് ഞങ്ങൾ അവരുടെയാണെന്ന് അവകാശപ്പെടുന്നു? എന്തിനാ അവർ അവകാശപ്പെടുന്നേ? അവർ ഞങ്ങളെ പൈസ പിടിച്ചിട്ട് എന്നെ കാണിക്കാനാ? അവർക്ക് ഓരോ പദ്ധതികളുടെ പേരും പറഞ്ഞ് വെയിലത്തിറങ്ങി കഷ്ടപ്പെടുന്ന ഞങ്ങള്. ഏസിലിരുന്ന് അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്ന നേതാക്കന്മാരും അവർക്ക് കാശുള്ളവരെ മാത്രം മതി. പാവങ്ങളെ അവർക്ക് വേണ്ട. ഇങ്ങനെയുള്ള ആരെയാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടത്? ഈ കേരള ജനതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു മന്ത്രിയെ വേണോ? ഇങ്ങനെ ഒരു മന്ത്രിസഭ നമുക്ക് വേണോ? മന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് നിയമസഭാ മന്ദിരത്തിലേക്ക് പോയത്. രാവിലെ NHM ഡയറക്ടറേറ്റിൽ വിളിച്ച ചർച്ച ഒരു പ്രാഥമിക ചർച്ചയായിരിക്കും എന്ന പരിഗണന ആണ്. കുറച്ചും കൂടി കോൺക്രീറ്റ് ആയ ഒരു ചർച്ചയ്ക്ക് ആണ് മന്ത്രി വിളിച്ചത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ചർച്ചയിൽ മന്ത്രി ഉണ്ടായിരുന്നു, സെക്രട്ടറിയും ഉണ്ടായിരുന്നു, മറ്റ് NHMൻ്റെ നേരത്തെ രാവിലെയുള്ള എല്ലാ ഒഫീഷ്യൽസും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വീണ്ടും ഉന്നയിച്ചു. ഒന്നുകൂടി പറയാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ആവർത്തിച്ചത് ഉന്നയിച്ചു. അതായത് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതേപോലെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ തരണം, മറ്റൊന്ന് പെൻഷൻ. ഈ 3 കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ച് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു. പക്ഷേ ഈ 3 കാര്യങ്ങളിലും മന്ത്രിക്ക് യാതൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളെ സംസാരിക്കാനുണ്ടായിരുന്നില്ല.
ആകെ പറഞ്ഞത് സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ് അനുഭവിക്കുന്നത് എന്ന കാര്യമാണ്. ഞങ്ങളത് നിഷേധിച്ചു. സാമ്പത്തിക പ്രയാസം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. മാത്രമല്ല, എന്തൊക്കെ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ പോലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത്. എന്നാൽ അതല്ല നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അതുകൊണ്ട് ഇത് പരിഹരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റാണ്. അതായത് ഈ ആശാവർക്കർമാരുടെ ഇത്രയും ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പണിയെടുക്കുന്ന ആളുകളും, ബുദ്ധിജീവികളും, മാധ്യമപ്രവർത്തകരും എന്ന് വേണ്ട എല്ലാ ആളുകളും ആ ഡിമാൻഡിനോട് സർവാത്മത പിന്തുണയ്ക്കുകയാണ്. നിങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നേടിയെടുക്കാതെ ഞങ്ങളുടെ അങ്ങോട്ട് ചെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിലും മന്ത്രിക്ക് അക്കാര്യത്തിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ ആശമാരോടൊപ്പമാണ്, മന്ത്രി ആശമാരോടൊപ്പമാണ്, അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള നല്ല വാക്കുകളെല്ലാം ധാരാളം പറഞ്ഞു. പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ കാര്യത്തിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അത് ഏറ്റവും ഖേദകരമാണ്. അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീമതി റോസമ്മ, ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അവർ അവസാനം ഇത്തിരി കടത്തി ചോദിച്ചു, എത്ര തരാൻ കഴിയും? ഞങ്ങൾ 21,000 രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര തരാൻ കഴിയുമെന്ന ഒരു ചോദ്യം അവർ മന്ത്രിയുടെ മുമ്പാകെ വെച്ചു. പക്ഷേ ആ ചോദ്യത്തിന് പോലും ഒരു പരിഗണന നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല. അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യത്തെ പോലും. അപ്പം എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് പകരം ആ കാര്യങ്ങൾ ഒന്നും എടുക്കാൻ തയ്യാറാവാത്ത വളരെ ഖേദകരമായ ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ പോരുന്നത് ഇനിയെങ്കിലും സംസാരിക്കുക, ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ വീണ്ടും വിളിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഇടപെടണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി വീണ്ടും ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ മുൻപിൽ വെച്ചുകൊണ്ട്, അഥവാ ഇതിലും ഒരു തീരുമാനം ഇനിയും ഉണ്ടാവുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 10 നമ്മൾ സമരം ആരംഭിച്ച് 15-ാം തീയതി ഇതുപോലെ തന്നെ ആദ്യം NHM ഡയറക്ടറേറ്റിൽ ഒരു ചർച്ച വിളിച്ചു ചേർത്തു. അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്തു. അന്നും ഇത് തന്നെയാണ് നടന്നത്. ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞപ്പോൾ സദാനന്ദൻ സാർ ചോദിച്ചു, അന്ന് ഫെബ്രുവരി 15-ാം തീയതി നടത്തിയ ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളത്? അപ്പോൾ അതിനൊന്നും പറയാനില്ല. വ്യത്യാസമില്ലേ? ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് അക്കമിട്ട് പറയുമ്പോൾ അതിനകത്തൊന്നും ചർച്ചയില്ല. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നതാണ് മന്ത്രിയുടെ പോയിൻ്റ്. കാരണം ഖജനാവിൽ പണമില്ല, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങൾ 300% ഇരട്ടിയാണ് ചോദിക്കുന്നത്. 7,000 രൂപ വാങ്ങുന്ന നിങ്ങൾ 21,000 രൂപ ചോദിക്കുന്നു. 3 ഇരട്ടി, അതെ 3 ഇരട്ടി ചോദിക്കുന്നു എന്നതാണ് പറയുന്നത്. നമ്മളതിൻ്റെ കാര്യങ്ങൾ പറയാനൊന്നും പോയാൽ അവിടെ ഒന്നുമില്ല. അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് മന്ത്രി ഡൽഹിയിൽ പോകുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം. എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരിക്കുന്നതിൽ വലിയ വിഷമമുണ്ട്. ഞങ്ങൾ ഒരു ഫോർമുല വെക്കാമോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ 3 ഇരട്ടി ചോദിക്കുകയല്ലേ, അന്യായമായി കടത്തി ചോദിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കാരിനൊരു ഫോർമുല വെക്കാമോ വെച്ചപ്പോൾ ഇത് ലേലം വിളിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ലേബർ സംഗതികളിൽ ഇങ്ങനെ തന്നെയാണ്, നമ്മളൊരു ഡിമാൻഡ് വെക്കുന്നു, അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി ഗവൺമെൻറ് ആണെങ്കിലും ആരാണെങ്കിലും അവർ ഒരു ഫോർമുല അവതരിപ്പിക്കുന്നു, ഇത്ര വരെ ആകാം, നിങ്ങൾക്ക് സമ്മതമാണോ? അങ്ങനെ ഒരു ഫോർമുല പോലും വെക്കാനില്ല. ഒരു ഫോർമുലയും വെക്കാനില്ല. ഒറ്റ ഫോർമുലയേ ഉള്ളൂ, അത് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഞങ്ങളത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നു. ചർച്ച അവസാനിച്ചു. സാറ് പറഞ്ഞതുപോലെ മന്ത്രി ഇനിയും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, തീരുമാനമെടുത്ത് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളത്തെ നിരാഹാര സമരം നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാവിലെ 11 മണിക്ക് ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കും. നിരാഹാര
ത്തിനുള്ള ആദ്യം 3 പേരുടെ ആണ് നാളെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഒന്ന് നമ്മുടെ യൂണിയൻ്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി MA ബിന്ദുവാണ്. രണ്ടാമത് ശ്രീമതി തങ്കമണിയാണ്. നമ്മുടെ കഴിഞ്ഞ 38 ദിവസവും ഈ സമരപ്പന്തലിൽ രാപ്പകൽ, അക്ഷരാർത്ഥത്തിൽ രാപ്പകൽ ഇവിടെ സന്നിധയായിരിക്കുന്ന ശ്രീമതി തങ്കമണിയാണ്. മൂന്നാമത്തേത് ഷീജയാണ്. മറ്റൊരാൾ ഇതേപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഫുഡ് എല്ലാം കൊടുക്കുന്ന ആ കമ്മിറ്റിയുടെ ഇൻചാർജ് വഹിക്കുന്ന ഷീജയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടായിരിക്കും. ഈ 3 പേരാണ് നാളത്തെ നിരാഹാരം ആരംഭിക്കുന്നത്. മറ്റു ചേരിയിലുള്ള CIT ഉൾപ്പെടെയുള്ള യൂണിയനുകളിൽ പെട്ടിരിക്കുന്ന ആശാ വർക്കർമാർ വൻ രീതിയിൽ മുമ്പോട്ട് വന്നുകൊണ്ട് അവരുടെ യൂണിയൻ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിയനിലും അതേപോലെ സമരത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം കണ്ടിട്ടുള്ള സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ അതിശയകരമായ രീതിയിൽ ചരിത്രമെഴുതുന്ന ഒരു സമരമായിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. റോസമ്മ ചേച്ചി ചോദിച്ചു, കഴിഞ്ഞ NHM ഡയറക്ടറോടും ചോദിച്ചു, സാറിന് കഴിയുമോ 232 രൂപ വെച്ച് ജീവിക്കാൻ? അവർ അതിനകത്തൊന്നും ടച്ച് ചെയ്യുന്നില്ല. എന്താണേലും അത് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിലേക്ക് മുഴുവൻ ആശാ സഹോദരിമാരും കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിലുള്ള ആളുകളും തലസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ മന്ത്രി നിങ്ങളുടെ കാര്യങ്ങളൊന്നും പരിഗണനയിൽ എടുത്തില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എന്തായിരുന്നു? അതെ, നാളെ നമ്മുടെ നിരാഹാര സമരം ഉണ്ടെന്നറിഞ്ഞല്ലോ. അതിന് മുന്നോടിയായി കേരളത്തിലെ ജനങ്ങളെന്നല്ല, ഈ രാജ്യത്തെ ജനങ്ങൾ ആരോഗ്യമന്ത്രിയെ പഴിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ പേരിനൊരു ചർച്ചയ്ക്ക് വിളിച്ചതാണെന്ന് ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് NHMുമായി നടത്തിയ ചർച്ചയോ? അത് NHM ഓഫീസ് എന്ന് പറയുന്നത് അതിനകത്ത് ശരിക്കും ആത്മാർത്ഥത, ആശമാരോട് ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥരൊന്നും അല്ല അതിനകത്തിരിക്കുന്നത്. കാരണം ആശമാര എന്ന് പറയുന്ന ആ സംവിധാനത്തോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ 232 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല മന്ത്രി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് അവർ മന്ത്രിക്കൊപ്പം ഇരിക്കുകയാണ് ചെയ്തത്. അവസാനം ചർച്ച തീർന്ന് അവസാനിക്കാറായപ്പം ഞാൻ ചോദിച്ചു, ഈ താഴെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അവരോട് ഞങ്ങൾ എന്ത് പറയണം? അപ്പോൾ ഞങ്ങൾ സമരം നിർത്താൻ പറഞ്ഞെന്ന് പറയണം. അപ്പോഴും ഞാൻ ചോദിച്ചു, ഈ ഞങ്ങളുടെ ഡിമാൻഡിൽ നിങ്ങൾക്ക് എത്ര അംഗീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ കടന്നങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഈ മന്ത്രിക്ക് താല്പര്യമുണ്ട്, മന്ത്രി പറയുകയും ചെയ്യും, പക്ഷേ സമ്മതിക്കാത്തത് ഉദ്യോഗസ്ഥരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് പറഞ്ഞു. അതായത് സമരം എങ്ങനെയെങ്കിലും നിർത്തണം, അതിനു വേണ്ടിയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. തീർച്ചയായിട്ടും അതെ. അതായത് നാളെ ആശമാർ നിരാഹാരം കിടക്കും എന്നുള്ളത് അങ്ങനെ ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് പൊതുസമൂഹം പഴിക്കാതിരിക്കാൻ വേണ്ടി പേരിനൊരു ചർച്ച നടത്തിയതാണത്. ചർച്ച കൊണ്ട് നിങ്ങൾക്കൊരാവശ്യവുമില്ല, ആശമാർക്കൊരാവശ്യവുമില്ല? ഇല്ല, ഒന്നും. ഈ ചർച്ച ഞങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു. അത്രയും. സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് ഇപ്രാവശ്യവും പറഞ്ഞോ മന്ത്രി? മന്ത്രി എപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ. ഞങ്ങൾക്ക് ഖജനാവിൽ പൈസയില്ല, കേന്ദ്രം തരാനുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 4-ാം നാൾ ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും 38-ാം നാൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഇതേ മറുപടി തന്നെ ആയിരുന്നു. പിന്നെ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടായില്ല. മന്ത്രി ഇപ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. കേരളത്തിലെ ആശമാരെ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറയുമ്പോൾ ഈ 10-50 വയസ്സിന് മേൽ പ്രായമുള്ള ഞങ്ങളെ നാളെ നിരാഹാരം കിടത്തി ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല എന്നൊരു നല്ല വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പോയത്. NHMലെ ചർച്ച പരാജയപ്പെട്ടപ്പം മന്ത്രിസഭയിലെ ചർച്ച അനുകൂലമായിരിക്കും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ നാളെ മുതൽ എന്തായാലും സമരം ശക്തമാക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. ഞങ്ങളേതായിരുന്നാലും ഞങ്ങളുടെ ഡിമാൻഡ്, ഞങ്ങൾ തീർത്തും ന്യായമായ ഒരാവശ്യമാണ് ചോദിക്കുന്നത്, അന്യായമല്ല. ഇത് രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും തെറ്റല്ല ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഈ 10-18-20 വർഷക്കാലം ഞങ്ങളിവിടെ ജോലി ചെയ്തിട്ട് കൈയും മലർത്തി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പട്ടുസാരിയോ അല്ല ഒരു മൊമൻറ്റോയോ മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പം തുടർക്കാലങ്ങളിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് വേണ്ടേ? മറ്റുള്ള സ്റ്റേറ്റുകൾ കൊടുക്കുന്നുണ്ടത്,
എന്നിട്ട് പോലും ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ നിരവധി ചർച്ചകൾ നടന്നു, എല്ലാ ചർച്ചകളും പരാജയം തന്നെയാണ്. ഇതിലൊരു നിരാശ ആശാവർക്കർമാർക്ക് നിലനിൽക്കുന്നുണ്ടോ? ഈ സമരത്തിൽ നിന്നും പിന്നോട്ടടിക്കാനുള്ളൊരു ശ്രമമായി തോന്നുന്നുണ്ടോ? അതൊരിക്കലുമില്ല. കാര്യം ഞങ്ങൾ ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലമൊന്നുമല്ല, ജനാധിപത്യ ഇന്ത്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, ഒരു നിയമനിർമ്മാണമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റത്തില്ല. ആ നല്ല വിശ്വാസത്തിന് പുറത്ത് ഞങ്ങളുടെ അറിയാമല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ CIT യൂണിയൻ മുതലായവർ ഞങ്ങളെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഓരോ ചുവടും ശരിക്കും ആർത്ത് തളിർത്ത് വരുമല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അതേപോലെ ഞങ്ങൾ ഒരിക്കലും പുറകോട്ടില്ല. ഞങ്ങൾ ഏത് ഡിമാൻഡുമായിട്ടാണോ ഇവിടെ വന്നത് അത് സ്വീകരിച്ചിട്ടേ പോകും. താങ്ക് യു. എന്തായാലും ഈ ആശാവർക്കർമാർ പറഞ്ഞു വയ്ക്കുന്നത് ഇന്നത്തെ മന്ത്രിതല ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഈ ചർച്ച നടത്തിയത് എന്ന് പോലും ഈ ആശാവർക്കർമാർക്ക് വ്യക്തമല്ല. എന്തായാലും നാളെ ഇവരുടെ നിരാഹാര സമരം നടക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി NHM ഡയറക്ടറേറ്റിൽ ഡയറക്ടർ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നു. എന്നാൽ ഈ ചർച്ചയിലും ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നാളെ ഇവർ നിരാഹാര സത്യാഗ്രഹവുമായി രംഗത്ത് വന്നുകൊണ്ട് സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.